എഴുതിയത് വേദവ്യാസനാണ് എഴുതിയത്. ചില്ലറക്കാരനല്ല വേദവ്യാസി. അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും തീരില്ല. കാര്യം ഭാരതമായിട്ട് ഇവിടുന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അറിവിൽ രമിക്കുന്നവരായിട്ട് ഭാരതീയരെ ഇന്നും അറിയുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ജ്ഞാനശാഖയില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരാൾ. അങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്താനൊന്നും പാടില്ല. ഇപ്പൊ ഞാൻ പ്രസ്ഥാനത്രയം പറഞ്ഞില്ലേ, ഒരു ഉപനിഷത്തുക്കളായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ബ്രഹ്മസൂത്രം ആയിക്കോട്ടെ, ഇതിൽ മൂന്നിലും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട്. അപ്പൊ അത്രയും ഗംഭീരനായിട്ടുള്ള ഒരാൾ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കൊച്ചുകുട്ടികളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് തരാം, ഈ ബുക്കിലെ പേജ് നമ്പേഴ്സ് ഞാൻ വെട്ടിക്കളയും. ഇതിന്റെ അകത്ത് 200 പേജ് ഉണ്ട്. ഈ പേജ് നമ്പേഴ്സ് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഈ പേജ് ഓരോന്നായിട്ട് തന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ പറയാണ്, ഒന്നാമത്തെ പേജ് തൊട്ട് 200ാമത്തെ പേജ് വരെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീത പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റില്ല. ആ സമയത്താണ് വേദവ്യാസി എൻറ്റയർ വേദത്തിനെ കമ്പയർ ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു, എഡിറ്റ് ചെയ്തു. ഏത് തരത്തിലുള്ള മേധയായിരിക്കും, അറിവായിരിക്കും. അത് മാത്രമല്ല, അടുത്ത തലമുറയിലേക്ക് ഇതിനെ പകർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തു, അദ്ദേഹം അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. ഇന്ന ശിഷ്യന്മാരെ വെച്ച് പഠിപ്പിച്ചു. ഒരു വിഷണറി ലീഡർ ആയിരുന്നു. അങ്ങനെയുള്ള വേദവ്യാസിയാണ് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. അപ്പം ശ്രീകൃഷ്ണൻ ബെസ്റ്റ് ആയിരുന്നു, അർജുനൻ ബെസ്റ്റ് ആയിരുന്നു, ഇത് എഴുതിയ വേദവ്യാസി ബെസ്റ്റ് ആയിരുന്നു. പിന്നെ ഭഗവത്ഗീത എവിടെ ഉള്ളത്? മഹാഭാരതത്തിന്റെ മധ്യത്തിൽ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൃത്യമായ, ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ഇതുവരെ വന്നതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കൃതി എന്ന് പറയപ്പെടുന്ന ഭഗവത്ഗീത. പറയും വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഇപ്പോഴും നമ്മള് അടുത്തിടയ്ക്കും മറ്റേ കുറച്ചാണ് 5-6 വർഷമായിട്ടാണ് ബാഹുബലിയൊക്കെ ഇറങ്ങുമ്പോൾ, സിനിമയും ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ആ മഹാഭാരതത്തിന്റെ ത്രെഡ് പിടിച്ചിട്ടാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം പോലും ഇറങ്ങാണ്. അതായത് ഇന്നും ഏറ്റവും റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവത്ഗീത, മഹാഭാരതത്തിന്റെ എസൻസ്, മധ്യഭാഗത്തുള്ള അല്ലെങ്കിൽ എസൻസ് ആയിട്ടുള്ള ഭഗവത്ഗീതയാണ് നമ്മൾ ചർച്ച ചെയ്യുക. സ്വാഭാവികമായിട്ടും അർജുനന്റെ ജീവിതത്തില് സന്തോഷത്തിനെ അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിജയത്തിലേക്ക് നയിക്കാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു കൈപ്പുസ്തകമാണ് എന്ത്? ഭഗവത്ഗീത. കാര്യം എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആൾക്ക് പറഞ്ഞത്, ഏറ്റവും ബെസ്റ്റ് ആൾ എഴുതിയത്, ഏറ്റവും മികച്ച സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവത്ഗീതയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ഓക്കെ, ഭഗവത്ഗീത എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആണ്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുക എന്താ ബെസ്റ്റ്, അല്ലെ എന്താണ് ഭഗവത്ഗീത ദ ബെസ്റ്റ് എന്ന് പറയാവുന്നതാണ്.